1914 ജൂൺ 28-ന് 17 വയസ്സ് മാത്രം പ്രായമുള്ള ജോസഫ് എന്ന് പറയുന്ന പയ്യൻ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് തൊടുത്തുവിട്ട ഒരു വെടിയുണ്ട പിന്നെ 2 കോടി ആളുകളിലധികം മരിച്ച ഒന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായി. എങ്ങനെയെന്നല്ലേ ആ കഥ പറയാം. ഞാനിപ്പോൾ ഇത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന രാജ്യത്തിലെ ക്യാപിറ്റലായ സരാവോയിലാണ്. അപ്പോൾ കാഴ്ചകളും കഥകളും ഒരുമിച്ച് കാണല്ലേ. ലെറ്റ്സ് ഗോ. തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ഒരു ബാൽക്കൺ രാജ്യമാണ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന അഥവാ ബോസ്നിയ എന്നറിയപ്പെടുന്ന രാജ്യം. പഴയ യുഗോസ്ലാവ് റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന കിഴക്ക് സെർബിയ, തെക്ക് കിഴക്ക് മോണ്ടിനെഗ്രോ, വടക്കും തെക്ക് പടിഞ്ഞാറും ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത്. ബോസ്നിയയുടെ ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 6-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇന്ന് ഈ പ്രദേശത്ത് അധിവസിക്കുന്ന തെക്കൻ സ്ലാവിക് ജനതയുടെ പൂർവികർ എത്തിയത്. 12-ാം നൂറ്റാണ്ടിൽ ബോസ്നിയയിലെ ബനാറ്റ് സ്ഥാപിക്കപ്പെട്ടു. 14-ാം നൂറ്റാണ്ടോടെ ഇത് ബോസ്നിയ രാജ്യമായി പരിണമിച്ചു. 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇത് ഒട്ടോമൻ സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. അവരുടെ ഭരണത്തിന് കീഴിൽ 10-ാം നൂറ്റാണ്ട് അവസാനം വരെ തുടർന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഒന്നാം ലോകമഹായുദ്ധം വരെ രാജ്യം ഓസ്ട്രോ ഹംഗേറിയൻ രാജവാഴ്ചയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. യുദ്ധാന്തര കാലഘട്ടത്തിൽ ബോസ്നിയയും ഹെർസഗോവിനയും യുഗോസ്ലാവിയ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1450-ൽ ഒട്ടോമൻസ്, ഇന്നത്തെ തുർക്കികളാണ് ഈ സരാവോ പട്ടണം ഉണ്ടാക്കിയത്. അന്ന് ഇവിടെ ഒരു ട്രേഡിംഗ് സെൻ്റർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുഭാഗത്തുള്ള രാജ്യത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്തിരുന്നു. അവർ ഈ സിറ്റിക്ക് ടാക്സ് കൊടുത്തിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നു. അന്നുണ്ടാക്കിയ സത്രങ്ങളുണ്ട്, അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നതൊക്കെ. 1450-ൽ ഉണ്ടാക്കിയാണ്. ഇപ്പോഴും ഇതിൻ്റെ താഴെ ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ. തഷ്ലിഹ എന്നാണ് ഈ മാർക്കറ്റ് എന്ന് പറയുക. ഇതുണ്ടാക്കിയത് അന്നത്തെ ഗവർണറായിരുന്ന ഗാസി ഹുസ്രേവ് ബെഗോവ് എന്ന് പറയുന്ന ആളാണ്. ഈ ബെസിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ബെസി എന്ന് പറഞ്ഞാൽ സിൽക്കാന്ന് പറയും. അപ്പം സിൽക്ക് വിൽക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിലാണ് അന്ന് 16-ാം നൂറ്റാണ്ടിൽ ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അന്ന് കച്ചവടക്കാർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള താമസം ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അവരുടെ സാധനങ്ങളോട് കൊണ്ടുവന്നിട്ട് ഈ സിറ്റിക്ക് ടാക്സ് കൊടുത്തിട്ട് ഇവിടെ കച്ചവടം ചെയ്ത് പോന്നിരുന്നു. ഒട്ടോമൻസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഒരു തുർക്കിഷ് സ്റ്റൈലുണ്ട് ഇവിടെ. നമ്മൾ തുർക്കിയിൽ ഗ്രാൻഡ് ബസാറിലൊക്കെ പോയി, ഇസ്താംബുളിൽ ഗ്രാൻഡ് ബസാറിലൊക്കെ പോയ മാതിരിയുള്ള ഒരു ഫീലാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ. ഇനി ഇവിടെ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയൊരു പള്ളിയുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. അവിടേക്കാണ് നടന്നു പോകുന്നത്. ഇതാണ് ഗാസി ഹുസ്രേവ് ബെക്സ് വാക്കഫ് എന്ന് പറഞ്ഞ പള്ളി. ഗാസി ഹുസ്രേവ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു ഒട്ടോമൻ ഭരണാധികാരിയായിരുന്നു. അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സരാവോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അയാൾ ആദ്യ സമ്പന്നനായിരുന്നു. അയാളുടെ സമ്പത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരുപാട് പള്ളികളും കെട്ടിടങ്ങളും സ്കൂളുകളും ഒക്കെ ഉണ്ടാക്കി അയാൾ. ഗാസി ഹുസ്രേവ് പള്ളിയാണിത്. അദ്ദേഹം ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ്. 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ പള്ളിയാണിത്. ഇതിൻ്റെ ഈ ഡോമിന് 25 മീറ്റർ ഹൈറ്റ് ഉള്ളത്. ഈ മിനാരത്തിന് 40 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഈ പള്ളിയുടെ അടുത്തൊരു ക്ലോക്ക് ടവർ ഉണ്ടല്ലേ. ആ ക്ലോക്ക് ടവർ ആക്ച്വലി ഇപ്പോൾ സമയം കാണിക്കുന്നത് 7:05 കേട്ടോ. പക്ഷേ അത് സമയം നോക്കുന്ന ക്ലോക്കല്ല. അതിൽ ആ സൂചി ഉണ്ടല്ലോ, ആ 2 സൂചിയും 12 മണി എത്തിക്കുകയാണെങ്കിൽ സൺസെറ്റിൻ്റെ ടൈം ആവുന്ന പോലും. 1600-കളിൽ അന്ന് ഉണ്ടാക്കിയ, അന്ന് ഇവിടെ സമയം നോക്കാനും അല്ലെങ്കിൽ സൺസെറ്റ് നോക്കാനൊന്നും ക്ലോക്കുകളൊന്നും ഇല്ലാത്ത സമയത്ത് അന്ന് ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. സൺസെറ്റ് ആകുമ്പം ആ കറക്റ്റ് 2 സൂചിയും ആ 12 മണി എത്തും. ഇപ്പോഴും ഇത് ഇവിടെ ഫോളോ ചെയ്യേണ്ടുന്ന ആൾക്കാരും. ഇപ്പോഴും ആഴ്ചയിൽ 3 പ്രാവശ്യം ഒരാൾ മുകളിൽ കയറിയിട്ട് സൺസെറ്റിൻ്റെ സമയത്ത് അത് കറക്റ്റാക്കി വെക്കുമെന്ന്. എന്തായാലേ 1600 ഉണ്ടാക്കി ഇപ്പോഴും അതേമാതിരി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ പള്ളി, അവിടുത്തെ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഈ ഒരു 2-3 ബിൽഡിങ്ങുകളുണ്ട്. ഇത് മദ്രസയാണ് പോലും. അന്നത്തെ ഈ ഗാസി ഹുസ്രേവ് ബെഗോവ് ഉണ്ടാക്കിയ മദ്രസകളാണ്. ഒരുപാട് മദ്രസകൾ ഉണ്ടാക്കുന്നുണ്ട്. പള്ളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, ഗാസി ഹുസ്രേവ് ബേഗ് മ്യൂസിയം. 2 ദിവസമാണ് സരാവോയിലുള്ളത്. അപ്പം ഞാൻ വരുന്നതിന് മുന്നേ വെതർ നോക്കിയപ്പം വ്യാഴം വെള്ളി ഇന്നും നാളെയും നല്ല വെയിലാണെന്ന് കണ്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നോക്കിയപ്പം രാവിലെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പം മഴ പെയ്തു. ഇനി എങ്ങനെ സ്ഥലങ്ങളൊക്കെ പോയി കാണുമെന്നറിയില്ല, നോക്കട്ടെ. പള്ളിയിൽ നിന്നിറങ്ങി ഒരു 400 മീറ്റർ സരാവോയിലെ ഓൾഡ് സിറ്റിയിലൂടെ നടന്നു കഴിഞ്ഞാൽ സരാവോയിലെ ഏറ്റവും ഐക്കോണിക്കായ സെബിൽജ് എന്ന് പറഞ്ഞ വാട്ടർ ഫൗണ്ടൻ്റെ അടുത്തെത്തും. അവിടേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സെബിൽജ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ ഫൗണ്ടനാണ്. ഒരു മരത്തിൻ്റെ വാട്ടർ ഫൗണ്ടൻ. ഒട്ടോമൻ കാലത്ത് ഉണ്ടാക്കിയാണ്. സരാവോവിൻ്റെ ഏത് പോസ്റ്റ് കാർഡോ ഫ്രിഡ്ജ് മാഗ്നറ്റോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു ഫോട്ടോ ആണ് കാണാൻ പറ്റും നമുക്ക്. ഇത് ഇവിടുത്തെ വളരെ പ്രശസ്തമായ ലാൻഡ്മാർക്കാണ് സെബിൽജ് എന്ന് പറഞ്ഞ ഈ വാട്ടർ ഫൗണ്ടൻ. ഇവിടെ പീജിയൻ സ്ക്വയർ എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പ്രാവുകളുണ്ട് ഇവിടെ. ഈ പ്രാവിന് തീറ്റ ഇവിടുന്ന് വാങ്ങി കിട്ടും. പൈസ എടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രാവിന് ഇങ്ങനെ തീറ്റ കൊടുക്കാം. കണ്ടോ, ഓരോരുത്തർ
വാങ്ങിയിട്ട് തിന്നാൻ കൊടുക്കുന്ന കുട്ടികളൊക്കെ. ഈ പെണ്ണ് തീറ്റ വെക്കുന്ന ആളാണ്. ഇവിടുന്ന് തീറ്റ വാങ്ങിയിട്ട് പ്രാവിനിട്ട് കൊടുക്കാൻ പറ്റും. നല്ല കച്ചവടമാണ്. ഇവിടുത്തുകാർക്ക് ഒരു വിശ്വാസമുണ്ട്, ഈ ടാപ്പ് ഉണ്ടല്ലോ, ഈ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സരവിലേക്ക് വീണ്ടും ആ ആൾ വരുന്നു. അത് കുടിച്ചു പോട്ടെ, ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടല്ലേ, നല്ല ദാഹമുണ്ട്. കുറേ നേരം നടക്കണം, വല്ലതും കഴിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണുങ്ങൾ എന്തോ ഇവിടെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ എന്താ സംഭവം. How much for this one? How much for this one? Give me one. Give me one. Give me spinach. Yeah. Yes, yes. Koliko je ovo? 4 marke. 2 euros. Okay. Yeah. I'll pay there. 4 marke. Da vidim. Fine. That's enough. You have one km rest. Okay. അപ്പോൾ ഇതാണ് സംഭവം. ചീര സ്റ്റഫ് ചെയ്തിട്ട് ഒരു ചപ്പാത്തി പോലത്തെ സംഭവം, ഒരു ചായയും. 5 മാർക്ക്. കുഴപ്പമില്ല. ഇവിടുത്തെ ട്രാമൊക്കെ ഉണ്ടല്ലേ, ഇത് യൂറോപ്പിലെ ഏറ്റവും പഴക്കം നിന്ന ട്രാമുകളിലൊന്നാണ്. ലോകത്തിലെ തന്നെ സാൻ ഫ്രാൻസിസ്കോ കഴിഞ്ഞിട്ട് 2ാമത്തെ ഏറ്റവും പഴക്കം നിന്ന ട്രാമാണ് ഇതുപോലെ. സരേവൻ്റെ ഓൾഡ് സിറ്റി കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കണ്ടാട്ടോ, അത് ഡൊണേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ഖത്തർ ഡൊണേറ്റ് ചെയ്ത സംഭവമാണെന്ന്. ഗാസി ഉസ്രേവെ ബെഗോവ ലൈബ്രറി എന്തോ ആണിത്. ഇതാണ് സംഭവം ഉണ്ടല്ലേ. ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു ഫ്രീ വാക്കിംഗ് ടൂർ കിട്ടും. മിക്കവാറും സിറ്റിയിൽ കിട്ടാറുണ്ട്. ഇപ്പോൾ സരേവോയിലും കിട്ടിയൊരു ഫ്രീ വാക്കിംഗ് ടൂർ അവരുടെ കൂടെയാണ് സരേവോ സിറ്റി നടന്നു കാണുന്നത്. ടൂറിൻ്റെ അവസാനം നമ്മൾ ഈ ഗൈഡിന് എന്തെങ്കിലും ടിപ്പ് കൊടുത്താൽ മതിയാവും. ഗാസി ഉസ്രേവെ വഖൂഫ് എന്ന് പറഞ്ഞാൽ കാരവാൻ സരായ് എന്ന് പറഞ്ഞൊരു സംഭവം. അത് എന്നാൽ പണ്ട് മെർച്ചൻസ് കച്ചവടക്കാർ വന്ന് താമസിച്ചിരുന്ന, അവർക്കന്ന് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സത്രം ആണെന്നൊക്കെ പറയാം. ഇതിൻ്റെ മുകളിൽ പോയി നോക്കട്ടെ, ഈ കച്ചവടക്കാർക്ക് താമസിക്കാനുള്ള റൂമൊക്കെ ഒരു എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ മുകളിൽ പോയി നോക്കട്ടെ. ഈ റൂഫൊക്കെ നോക്കി. ഒരു വഖഫ് ബോർഡാണ് ഇപ്പോൾ നടന്നത്. ഗാസി ഉസ്രേവെ വഖഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വഖഫ് ബോർഡാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ ഈ റൂമുകളൊക്കെ ഏകദേശം 100 റൂമുകളുണ്ട്. ഈ റൂമുകളൊക്കെ ഇപ്പോൾ ഓഫീസുകൾ അത് ഇതൊക്കെ ആയിട്ട് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ വാടകയൊക്കെ ഈ വിൽക്കാനൊന്നും പറ്റില്ല. വഖഫിൻ്റെ നമ്മുടെ നാട്ടിലെ മാതിരി തന്നെ വഖഫിൻ്റെ സംഭവങ്ങൾ വിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കിയിട്ട് ആ ബോർഡിലേക്കാണ് ഇതിൻ്റെ വരുമാനമൊക്കെ പോകുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഇവിടെ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നോക്കിയേ, സരേവോൻ്റെ ഓൾഡ് സ്ട്രീറ്റിൽ ഏറ്റവും പഴക്കം ചെന്നൊരു സ്ട്രീറ്റാണിത്. കോപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ കോപ്പറിൻ്റെ സാധനങ്ങൾ കണ്ടില്ലേ, കോഫി ഉണ്ടാക്കുന്ന സംഭവങ്ങളും ഒക്കെ അന്നും നൂറ്റാണ്ടുകളോളം ഉണ്ടാക്കി പോരുന്ന ഒരു സ്ട്രീറ്റാണ്. എല്ലാ കടൻ്റെ മുന്നിലും ഇങ്ങനെ ഈ കോഫി ഉണ്ടാക്കുന്ന സംഭവങ്ങളാട്ടോ ഫുള്ളായിട്ടുള്ളത്. കാരണം ഇവർ ഒരുപാട് കോഫി കുടിക്കും. ഒട്ടോമൻസാണ് ഇവിടെ കോഫി കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ ഈ ഒട്ടോമൻ കാലത്തെ ബിൽഡിങ്ങുകളാണ് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രിയോ ഹംഗേറിയൻ കാലത്തെ ബിൽഡിങ്ങുകളായി. അതിൽ ഫസ്റ്റുള്ള മെയിൻ ബിൽഡിങ്ങാണ് ഈ കാണുന്ന സരേവോ സിറ്റി ഹാള് കണ്ടില്ലേ. ഇത് ഓസ്ട്രിയോ ഹംഗേറിയൻ ഉണ്ടാക്കിയതാണ്. സിറ്റി ഹാളിൻ്റെ ഉള്ളൊന്ന് പോയി നോട്ടെ, ഉള്ളിൽ കയറ്റം അറിയില്ല, പോയി നോക്കട്ടെ. ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇതാണ് സിറ്റി ഹാളിൻ്റെ ഉൾവശം. നോക്കിയേ, അതിനുള്ള എന്തോ പെയിൻറ് എക്സിബിഷൻ എന്തോ ആണ്. ഭയങ്കര തിരക്ക്. പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഈ സരേവോ സിറ്റീൻ്റെ ചുറ്റുഭാഗം മലകളാണ് കണ്ടില്ലേ, ചുറ്റുഭാഗം മലകളാണ്. ഇവിടെ ഈ യുഗോസ്ലാവിയ വാർ ഉണ്ടായ ടൈമിൽ ആ മലൻ്റെ മുകളിൽ നിന്നിട്ടാണ് സെർബിയൻ മിലിറ്ററിയൊക്കെ ഇവരെ ആക്രമിച്ചിരുന്നത്. ആ മലൻ്റെ മുകളിൽ നിന്നൊക്കെ ഏകദേശം 350 മുതൽ 400 ബോംബുകൾ വരെ ഓരോ ദിവസം ഈ ബിൽഡിങ്ങിൽ ഈ സരേവോ സിറ്റിയിലേക്ക് വന്ന് വീണിരുന്നെന്ന് പറഞ്ഞത്. അന്ന് ബോംബിട്ടിട്ട് ഈ സരേവോ സിറ്റി ഹാൾ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി. ഇതിനുള്ളിൽ 2 ലക്ഷം ബുക്കുകൾ ഉണ്ട് പോലും. ഈ ഒരു ലൈബ്രറി ഉണ്ട് ഇതിനുള്ളിൽ. ആ 2 ലക്ഷം ബുക്ക് നശിച്ചു. പിന്നെ 1994 ഇത് പുതുക്കി പണിതത്. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല തണലിട്ടോ. ഇതൊക്കെ വണ്ടിനെ ഗ്ലാസ് ആരോ അടിച്ച് പൊട്ടിച്ച്. ഇതൊക്കെ സരേവോയിലെ ഏറ്റവും പഴയ ഒരു ഓർത്തഡോക്സ് ചർച്ചാണിത്. ഇത് ആക്ച്വലി ഒട്ടോമൻസ് ഉണ്ടാക്കിയ കേട്ടോ. അവർ ഇസ്ലാം മതത്തിൻ്റെ പ്രചാരകരായിരുന്നെങ്കിലും മറ്റു മതങ്ങൾക്കും അർഹമായ പരിഗണനയും സമൂഹത്തിൽ സ്ഥാനവും അവർ നൽകിയിരുന്നു.
പട്ടണത്തിലെ ഓസ്ട്രോ ഹംഗേറിയൻ കാലത്ത് ഉണ്ടാക്കിയ കെട്ടിടങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഓസ്ട്രോ ഹംഗേറിയൻ ഉണ്ടാക്കിയ കത്തീഡ്രലാണ്. ഇത് അന്ന് ഉണ്ടാക്കിയ ടൈമിൽ സരാവോയിലെ ഏറ്റവും വലിയ കത്തീഡ്രലായിരുന്നു. വാറിൻ്റെ ടൈമിൽ അന്നത്തെ പോപ്പായിരുന്ന പോപ്പ് രണ്ടാമൻ്റെ പ്രതിമയാണ് ഇവിടെ ഉണ്ടാക്കിയത്, ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതെന്ന് വെച്ചാൽ സരാവോ റോസസ് എന്നാണ് ഇതിന് പറയാം. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ യുഗോസ്ലാവിയ വാറുണ്ടായ ടൈമിൽ ബോംബ് വീണിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചിരുന്നു. അപ്പം ഈ സിറ്റിയുടെ ഒരുപാട് ഭാഗത്ത് ഇങ്ങനെ സരാവോ റോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ബോംബ് വീണിട്ട് മിനിമം 3 ആൾ മരിച്ച സ്ഥലത്ത്, മിനിമം 3 ആളെങ്കിലും മരിച്ച സ്ഥലത്താണ് അവർ ഈ സംഭവം ഉണ്ടാക്കി വെച്ചത്, സരാവോ റോസ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ആ ചർച്ചിൻ്റെ മുന്നിലും മിനിമം 3 ആളെങ്കിലും മരിച്ചിട്ടുണ്ടാവണം. ആ ചർച്ചിൻ്റെ സൈഡിലൊക്കെ ബോംബ് വീണ് കേടായ സ്ഥലങ്ങൾ കണ്ട് ഇപ്പോഴും അതേമാതിരി റിപ്പയർ ചെയ്യാതെ വെച്ചിട്ടുണ്ട് അവർ. ഇവിടെ സംസ്കാരങ്ങളുടെ സംഗമഭൂമി എന്നൊക്കെ പറയട്ടോ. ഇവിടെ ഒട്ടോമൻസ് കൊണ്ടുവന്ന ഒരുപാട് പള്ളികൾ, അതേപോലെ ഓസ്ട്രോ ഹംഗേറിയൻസ് കൊണ്ടുവന്ന ചർച്ചുകൾ എല്ലാം ഒരേമാതിരി റോഡിൻ്റെ അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും ഉണ്ട്. ഇത് ബേസിക്കലി സരാവോ ബോസ്നിയ ഒരു മുസ്ലിം കൺട്രി ആണെങ്കിലും എല്ലാ മതങ്ങളും ഒരേപോലെ സമാധാനത്തിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ റോട്ടിൽ ഇങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സരാവോ മീറ്റിംഗ് ഓഫ് കൾച്ചേഴ്സ്, സരാവോ മീറ്റിംഗ് ഓഫ് കൾച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് പറഞ്ഞിട്ട് ഈസ്റ്റിലേക്ക് ഫുള്ള് ഒട്ടോമൻ സംഭവങ്ങൾ, അന്ന് ഒട്ടോമൻസ് ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് ഫുള്ള് ആ ഭാഗത്തേക്ക് കാണുന്നത്. ഇങ്ങോട്ട് ഫുള്ള് ഓസ്ട്രോ ഹംഗേറിയൻസ് ഉണ്ടാക്കിയ യൂറോപ്യൻ സൈഡിലെ ബിൽഡിങ്ങുകൾ. ഓക്കെ, മീറ്റിംഗ് ഓഫ് കൾച്ചേഴ്സ്, എന്താല്ലേ അടിപൊളി. നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചും മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ജൂയിഷ് ടെമ്പിൾ. അന്ന് ഒട്ടോമൻസ് ഉണ്ടാക്കി കൊടുത്താണ് ജൂയിഷ് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇനി ഒരു യെല്ലോ ഫോർട്രസ് എന്ന് പറഞ്ഞൊരു ഫോർട്രസ്, കോട്ട കാണാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെ കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ പ്ലേസസ് ടു സീ നിയർ ടു മീ എന്ന് അടിച്ചു കൊടുത്താൽ ഈ സ്ഥലങ്ങളൊക്കെ ചുറ്റുപാടും തന്നെയാണ്, നമുക്ക് നടന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ യെല്ലോ ഫോർട്രസ് എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടെ നല്ല സിറ്റിൻ്റെ നല്ല അടിപൊളി വ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് പോയി നോട്ടെ. കുത്തനുള്ള കയറ്റാണ്, നോക്കിക്കേ. അവിടെ നിന്ന് കയറി വരുന്നത് ഏകദേശം ഒരു 1/4 മണിക്കൂർ കുന്ന് കയറി യെല്ലോ ഫോർട്രസ് എത്തി. ഇതാണ് ഗേറ്റ്. ഉള്ളിലെന്താണെന്ന് നോക്കട്ടെ. നടന്ന് യെല്ലോ ഫോർട്രസിൻ്റെ മുകളിലെത്തി. ഇവിടെ ബേസിക്കലി ഒന്നുമില്ല, ഒരു ചെറിയൊരു ബിൽഡിങ്ങും അതിനുള്ളിൽ വെള്ളമൊക്കെ വെക്കുന്നുണ്ട്. ആൾക്കാർ കഷ്ടപ്പെട്ട് കുന്ന് കയറി വന്നാൽ വെള്ളം കുടിക്കാം. ഞാനും വെള്ളം വാങ്ങി ആകെ വേർത്ത് കുളിച്ചു. ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് സിറ്റിൻ്റെ, സരാവോ സിറ്റിൻ്റെ ഫുള്ളൊരു വ്യൂ ഉണ്ട്. അത് കാണിച്ചു തരാം, വെള്ളം കുടിക്കട്ടെ. ഇതിൻ്റെ മുകളിൽ നല്ല വ്യൂ നോക്കിയാൽ വാവ്, സരാവോ ഫുള്ളായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, കേബിൾ കാർ പോകണില്ല ഇങ്ങനെ മുകളിലേക്ക്. അതിൻ്റെ സ്റ്റേഷൻ അവിടെയാണ്. അപ്പം ഇപ്പം 5:45 അവിടെ എത്തുമ്പോൾ സ്റ്റേഷൻ തുറന്നിട്ടുണ്ടെങ്കിൽ ആ കേബിൾ കാറിൽ പോയി നേരെ മുകളിൽ പോയേക്കണം. അവിടെയാണ് വിൻ്റർ ഒളിമ്പിക്സിന് വേണ്ടി ഉണ്ടാക്കിയ എന്തോ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു മുകളിൽ. അപ്പോൾ ആ കേബിൾ കാറിൽ നേരെ മേലെ വരെ പോകും. ഉണ്ടോ അവിടെ കണ്ട് എന്തോ ഒരു ബിൽഡിംഗ് കാണില്ലേ, ഒരു നീല കണ്ടു അറിയില്ല, നീല ഇതടിച്ചിട്ട് ഷീറ്റ് അടിച്ചിട്ട് അവിടെ വിൻ്റർ ഒളിമ്പിക്സിന് എന്തോ സംഭവം ഉണ്ട് പറഞ്ഞു. അവിടെ പോയി വെക്കണം. പിന്നെ ഇങ്ങനെ എന്നൊക്കെയാണ്, ഇതാണ് ഇത് ഫുള്ള് സരാവോ സിറ്റിയാണ്. അവിടെ കുറേ കബറിടങ്ങൾ കണ്ടില്ലേ, ശവക്കല്ലറുകൾ, ഗ്രേവ് യാർഡ്സ്, ഇതൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ യുഗോസ്ലാവ് യുദ്ധത്തിലും വേൾഡ് വാറിലൊക്കെ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ശവക്കല്ലറുകളാണ്. സ്റ്റേഡിയം സെമിത്തേരി എന്നാണ് ഈ സെമിത്തേരിക്ക് പറയാം. 1992 മെയ് 2 സെർബിയൻ ആർമി സരാവോക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കണം. ഉപരോധം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ശരിക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ആ മലനിരകൾ കണ്ടില്ലേ, ആ മലനിരകളുടെ മുകളിൽ നിന്ന് ഡെയിലി 350 മുതൽ 400 വരെ ഗ്രനേഡും ബോംബും ഈ സരാവോ ടൗണിലേക്ക് അവർ ഇട്ടുകൊണ്ടിരുന്നു. ഏകദേശം 12,000 ആൾക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും പ്രായമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അവർ അടക്കിയ സ്ഥലമാണിത്. ഓക്കെ, ഉണ്ടല്ലേ, ഏകദേശം 12,500 ആൾക്കാർ ആ ഒരു 4 വർഷക്കാലം 1992 മുതൽ ഏകദേശം 1400 സംതിങ് ദിവസങ്ങൾ ഈ സരാവോനെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇവിടെയുള്ള ആൾക്കാരെ മാക്സിമം കൊല്ലാൻ പറ്റുന്ന ആൾക്കാരെ അവർ കൊന്നു. അന്ന് മരണപ്പെട്ട ആൾക്കാരുടെ ശവകുടീരങ്ങളാണിത്. ഓക്കെ, ഈ കപ്പറിനുള്ളിൽ ഇങ്ങനെ റോസാ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. റോസ് ചെടി മാത്രമല്ല പല ചെടികളും വെച്ചിട്ടുണ്ട്. ഓക്കെ, പൂക്കളുണ്ടായി, ഒരുപാട് പൂക്കളുണ്ടായി നിൽക്കണം.
ഈ പൂക്കൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടാവും അല്ലേ? ഈ ബോസ്നിയക്കാർ പൊതുവെ കുറച്ച് ടഫാണ്. നമ്മളിന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു തരില്ല, ചിലപ്പം ചിരിക്കില്ല. എന്തെങ്കിലും ചോദിച്ചാലേ ചിരിക്കൊന്നുമില്ല. അപ്പം അത് നമുക്ക് ഇവർ വന്ന ആ പാതകൾ അല്ലെങ്കിൽ ഒരു കടന്നു വന്ന വഴികളൊക്കെ ആലോചിക്കുമ്പം അതൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ അടുത്ത കാലം വരെ 1992 എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആ സമയത്തിൽ ജനിച്ച അല്ലെങ്കിൽ എവിടെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് പോലും അന്നത്തെ ആ യുദ്ധത്തിൻ്റെ യുഗോസ്ലാവിയൻ യുദ്ധത്തിൻ്റെ ആ കെടുതികൾ അല്ലെ ദുരന്തങ്ങൾ, ഒരു വീട്ടിലൊരാളെങ്കിലും കൊല്ലപ്പെടാതിരുന്നിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം അത്രയും ഓരോരുത്തരും ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ അവരുടെ മനസ്സൊക്കെ ആ ഒരു സംഭവം കൊണ്ട് തന്നെ ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ സ്വഭാവം അങ്ങനെ ആണെന്ന് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അല്ലേ? ഇപ്പോഴും ബോസ്നിയക്കാർ അത്ര സമാധാനത്തിലൊന്നുമല്ല കഴിയണം. ഇപ്പോൾ ഇവിടുത്തെ ഭരണം നോക്കുകയാണെങ്കിൽ 3 പ്രസിഡന്റുമാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഒന്ന് ബോസ്നിയൻസ്, പിന്നെ സെർബ്സ്, പിന്നെ ക്രൊവാസ്. 3 ആൾക്കാർക്കും ഓരോ പ്രസിഡന്റുമാരുണ്ട്. ഇവർ 3 പേരും കൂടിയ ഒരു ഗവർണറേറ്റ് ഉണ്ട്. അതാണ് ഈ ബോസ്നിയ ഭരിക്കുന്നത്. പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 3 പേർക്കും പരസ്പരം കണ്ടുകൂടെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടുത്തെ എങ്ങനെയാവും ഇവിടുത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നതെന്ന്. ഒരുപാട് നടന്നു, രാവിലെ നടക്കാൻ തുടങ്ങിയത്, ആകെ ടയർഡായി. ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ പാർക്കിൽ ഇരിക്കുമ്പം ഞാൻ സരയോവിൻ്റെ കഥ പറഞ്ഞു. അങ്ങനെ പാർക്കിലെത്തി. നല്ല പച്ചപ്പുള്ളൊരു പാർക്ക്. ചുറ്റുപാടും റോഡ് പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ഉണ്ട്, പക്ഷെ എന്നാലും നല്ല ഒരു കാമായ അറ്റ്മോസ്ഫിയർ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ 1450-ലാണ് ഒട്ടോമൻ സാമ്രാജ്യം ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് സരയാവോ പട്ടണത്തിനെ വലുതാക്കുന്ന വിപുലീകരിക്കുന്നത്. അന്ന് വരെ ചെറിയൊരു പട്ടണമായിരുന്ന സരയാവോയെ ഒരു വാണിജ്യ തലസ്ഥാനമാക്കി മാറ്റിയത് അവരാണ്. അവരൊരുപാട് കച്ചവടക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു. അങ്ങനെ ഈ പട്ടണം വലുതാവാണ്, വികസിക്കുകയാണ്. ഏകദേശം 400 വർഷക്കാലം ഒട്ടോമൻ സാമ്രാജ്യം ഇവിടെ ഭരിച്ചു. അതിനുശേഷം അവരുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഒരുപാട് യൂറോപ്പിൽ ഫുള്ളായിട്ട് വ്യാപിച്ച് കിടന്നിരുന്ന സമയമായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യം. അതുകൊണ്ട് തന്നെ അവരുടെ 400 കൊല്ലം കഴിഞ്ഞ് അവരുടെ ശക്തി ക്ഷയിച്ച് വരുന്ന സമയമായിരുന്നു. അങ്ങനെ 1878 അന്നത്തെ യൂറോപ്യൻ ശക്തികളെല്ലാവരും കൂടിയിട്ട് ഒരു കരാറുണ്ടാക്കി, ട്രീറ്റ്. എന്നിട്ട് അന്നത്തെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായിരുന്ന ഓസ്ട്രോ ഹംഗേറിയന് ഈ സരയാവോയുടെ ബോസ്നിയയുടെ ഭരണം അവർ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സ്ഥിരമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തല്ല, ഒരു 30 കൊല്ലത്തേക്ക് ഈ ഭരണം അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അത് അന്നത്തെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം ഒട്ടോമൻസ് ഇവിടെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ഒട്ടോമൻസിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പകരം വേറൊരു സാമ്രാജ്യം വന്ന് ഇവരെ ഭരിക്കുന്നത് അവർക്കാർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്നാലും 30 കൊല്ലത്തോളം ഈ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം ഇവിടെ ഭരിച്ചു. 30 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർ പോണ സമയമായി. അപ്പം ഇവർ പോകണില്ല. കാരണം അവർ ഒരുപാട് പൈസ മുടക്കിയിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ അത് അത് തിരിച്ച് കിട്ടാതെ അവർ പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ 30 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർ പോകാത്തപ്പം ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും രാജ്യത്തിൻ്റെ പുറത്തുനിന്നും ഒരുപാട് അപശബ്ദങ്ങൾ വരാൻ തുടങ്ങി. ബോസ്നിയ ഹെർസഗോവിനയുടെ അടുത്ത രാജ്യമായിരുന്നു സെർബിയ ഒരു ഇൻഡിപെൻഡൻ്റ് ആയ രാജ്യമാണ്, സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ്. അപ്പം അവർക്കും അവരുടെ അയൽരാജ്യമായിട്ട് ഒരു ഓസ്ട്രോ ഹംഗേറിയൻ ഇവിടെ ഭരിക്കുന്നത് അവർക്ക് അത്ര സൂചിച്ചില്ല. അവിടെ ഒരു എക്സ്ട്രീം വലതുപക്ഷ ഗ്രൂപ്പ് രൂപപ്പെടുകയാണ്. ഈ ഗ്രൂപ്പ് കാര്യമായിട്ട് റിക്രൂട്ട് ചെയ്യുന്നത് 17 മുതൽ 23 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരായിരുന്നു. എന്നിട്ട് ഈ ആസ്ട്രോ ഹംഗേറിയനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഈ ചെറിയ കുട്ടികളെ ചെറുപ്പക്കാരെ അവർ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആസ്ട്രോ ഹംഗേറിയൻ രാജാക്കന്മാർ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസമാണ് അടുത്ത ആസ്ട്രോ ഹംഗേറിയൻ ഭരണാധികാരി ആവേണ്ട ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ സരയാവോ വിസിറ്റ് ചെയ്യുന്നത്. അയാളാണ് അടുത്ത ആസ്ട്രോ ഹംഗേറിയൻ്റെ ഭരണാധികാരി ആവേണ്ട ആൾ. അയാളിവിടെ വിസിറ്റ് ചെയ്യുന്നു. അപ്പം അയാൾ ഒരു കാറിലാണ് വരുന്നത്. അയാൾ ഒരു തുറന്ന കാറിലാണ് വരുന്നത്. അയാളും അയാളുടെ ഭാര്യയും കുറച്ച് അംഗരക്ഷകരെല്ലാവരും കൂടിയാണ് വരുന്നത്. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നു. അതിന് അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വീണ്ടും വണ്ടി കുറച്ച് മുന്നോട്ട് പോയി. നേരത്തെ കാണിച്ചില്ലേ പാലം കാണിച്ചതല്ലേ, അവിടെ നിന്നാണ് നമ്മുടെ വേൾഡ് വാർ 1 തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന്. അതിന് മുന്നേ ഒരു അസാസിനേഷൻ, ഒരു കൊല ചെയ്യാനുള്ള ശ്രമം നടന്നില്ല. അതിലും കൂടി കൺഫ്യൂഷനെല്ലാം കൂടിയിട്ട് ആ പാലത്തിൻ്റെ അടുത്ത് വണ്ടി നിർത്തുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ 19 വയസ്സുള്ള പ്രിൻസിപ്പ് എന്ന് പറഞ്ഞ ആൾ അരയിൽ നിന്ന് തോക്കെടുത്തിട്ട് വെടിവെക്കുന്നത്. ഈ ഫ്രാൻസ് ഫെർഡിനാൻഡും ഭാര്യയും വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്നാണ് ആൾക്ക് വെടിയുണ്ടത്. കണ്ടില്ലേ, ഒരു
രണ്ട് കാലിൻ്റെ അടയാളം വരച്ചിട്ടില്ലേ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രം ദിസ് പ്ലേസ് ഓൺ 28 of June 1914 Gavrilo Princip assassinated the heir to the Austro-Hungarian throne, Franz Ferdinand and his wife Sofia. അങ്ങനെ ഫ്രാൻസ് ഫെർഡിനാൻഡും ഭാര്യ സോഫിയയും ആ സ്പോട്ടിൽ മരിച്ചു വീഴുകയാണ്. ഇതറിഞ്ഞ ഓസ്ട്രോ ഹംഗേറിയൻ ഭരണാധികാരികൾക്ക് അവർക്ക് ഉറപ്പായിരുന്നു സെർബിയയാണ് ഇതിന് പിന്നിലെന്ന്, അല്ലെങ്കിൽ അവർക്ക് നല്ല തെളിവ് കിട്ടിയിരുന്നു സെർബിയയാണ് ഈ കൊലയാളികൾക്ക് പിന്നിലെന്ന്. അങ്ങനെ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. സെർബിയ ആണെങ്കിൽ നമ്മൾ റഷ്യയായിട്ട് കമ്പനിയാണ്, അവർ ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനെ റഷ്യ ഓസ്ട്രിയ ഹംഗേറിയക്കെതിരെയും യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. I don't have change, only this one I have. No problem. ഇവിടെ ഒരുപാട് ഭിക്ഷക്കാരുണ്ട് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ കൈ നീട്ടി വരുന്നുണ്ട്. പറഞ്ഞു വന്നത് ഓസ്ട്രോ ഹംഗേറിയ അങ്ങനെ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. സെർബിയ റഷ്യയുടെ അലയൻസ് ആയതുകൊണ്ട് റഷ്യ ഓസ്ട്രോ ഹംഗേറിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഫ്രാൻസ്, ജർമ്മനിയൊക്കെ യുദ്ധത്തിൽ പങ്കാളികളാവുന്നു. അങ്ങനെ വേൾഡ് വാർ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ആ വേൾഡ് വാറിൽ 1 ഏകദേശം 2 കോടി ആൾക്കാരാണ് മരിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ആ പാലത്തിന് മുകളിൽ നിന്ന് തൊടുത്ത ഒരു വെടിയുണ്ടെന്നാണ് ഈ 2 കോടി ആൾക്കാർ മരിക്കാനുള്ള കാരണം. ഒന്ന് ആലോചിച്ച് നോക്കി. സരാവോയിൽ ഒരുപാട് മ്യൂസിയംസ് ഉണ്ട് കേട്ടോ, ഒരുപാട് വാർ മ്യൂസിയംസ്. അത് ഒരു മ്യൂസിയമാണ്, കണ്ടില്ലേ, ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. ഞാൻ എവിടെയും പോയില്ല, കാരണം ഈ മ്യൂസിയങ്ങളിലൊക്കെ പോയാലും അവിടെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ മരിച്ചു കിടക്കുന്നതും കുട്ടികൾ മരിച്ചു കിടക്കണം ചിത്രങ്ങളും അവരുടെ ഡ്രസ്സും ഷൂവും അതൊക്കെയാണ് മിക്കവാറും പ്രദർശിപ്പിച്ചിട്ടുണ്ടാവുക. അത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വാർ മ്യൂസിയം ഒന്നും കാണാൻ പോയില്ല. നേരത്തെ കാണിച്ച കേബിൾ കാറല്ലേ, അതിൻ്റെ അവിടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് പോകാൻ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കയറി വരണം. കേബിൾ കാർ ഇപ്പോൾ വർക്ക് ചെയ്യണമെന്ന് നോക്കട്ടെ. സൺസെറ്റ് ആവാറായി, നിന്നോ അറിയില്ല. കേബിൾ കാർ കയറാൻ പറ്റില്ല, ഒരു 5 മിനിറ്റ് ലേറ്റായിപ്പോയി. 7 മണി വരെ ഉണ്ട്, അത് 7:05 ഇവിടെ എത്തിയപ്പോൾ. കുഴപ്പമില്ല, പിന്നെ കയറാം. ഇവിടെ ആകെ പുക നിറഞ്ഞെടുക്കുക. 2 ഭാഗത്ത് റെസ്റ്റോറൻറ്റുകളാട്ടോ, തുർക്കിഷ് സ്റ്റൈൽ റെസ്റ്റോറൻറ്റുകളാണ്. അതിൻ്റെ കിച്ചണിൽ നിന്ന് പോകുന്ന പുകയാണ്. രാവിലെ മുതൽ നടക്കുന്നുണ്ട്. ഒരു സൺസെറ്റ് കഴിഞ്ഞു. ഫുഡ് എന്തെങ്കിലും കഴിക്കണം, കാര്യമായിട്ട് നല്ല വിശപ്പുണ്ട്. ബോസ്നിയൻ ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിക്കണം. ബോസ്നിയ വന്നിട്ട് അവരുടെ ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പം ബോസ്നിയൻ ഫുഡ് കിട്ടുന്ന ഏതെങ്കിലും ഹോട്ടലിൽ കയറി ആവട്ടെ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ചെവാപ്പി എന്ന് പറയുന്ന സംഭവമുണ്ട്, അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 5 പീസുണ്ട്, 10 പീസുണ്ട്, 15 പീസുണ്ട്. 10 പീസ് ഇടയിലുള്ള 10 പീസ് ഓർഡർ ചെയ്ത്. മീറ്റാണ് സംഭവം, നമ്മളെ കബാബ് പോലെ തന്നെ ഒരു സംഭവമാണ് തോന്നുന്നുണ്ട്. വന്നാലാണ് അറിയുള്ളൂ എന്താ സംഭവം, എന്താണ് സ്ഥിതി എന്ന് നോക്കട്ടെ. ഏതായാലും സംഭവം എന്താ വെച്ചാൽ നമ്മൾ മീറ്റ് ഇറച്ചി അരച്ചിട്ട് ഈ ഷേപ്പിലാക്കിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് നല്ല ഉപ്പൊക്കെ ഉണ്ട്, ഒരു കഷ്ണം കുബൂസും, പിന്നെ കുറച്ച് ഉള്ളി, പച്ചുള്ളി സൈഡിൽ മുറിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതാണ് ചവാപ്പി എന്ന സംഭവം. ഇവിടുത്തെ ഭയങ്കര ഫേമസ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയാണ്. കുഴപ്പമില്ല, ഒരു കബാബിൻ്റെ ഒക്കെ ഒരു ഡിസ്റ്റൻസ് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, വിശക്കുണ്ട് നല്ല, കൊണ്ട് കഴിക്കാം. ഭക്ഷണം കഴിച്ചിറങ്ങി. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോയുടെ നിർത്തുകയാണ്. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നാളെ പോകാൻ പോകുന്നത് മൊസ്റ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.